നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാൻസിസ്, പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. രാജ്യത്തെ ഇന്നും നടക്കുന്ന അമിതാധികാര പ്രയോഗം അടിയന്തരാവസ്ഥയെ ഓർമ്മിക്കുമ്പോൾ ജനാധിപത്യത്തിന്റെ ഇരുണ്ട ദിനമായി ചരിത്രത്തിൽ അടയാളപ്പെട്ട് ഇന്നും രാജ്യത്തെ നടക്കുന്ന ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടിട്ട് 49 വർഷം മുൻപ് മറ്റൊരു ജൂൺ 25-നാണ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത്. ഇനി ഒരിക്കലും ആവർത്തിക്കപ്പെടരുതെന്ന് ഇന്ത്യ ആഗ്രഹിക്കുന്ന ആ അമിതാധികാര പ്രയോഗം ഇന്നും ജനാധിപത്യ വിശ്വാസികളുടെ ഹൃദയത്തിൽ ചോര വാർക്കുന്ന ഒരു മുറിവാണ്. ഭരണഘടന ഉയർത്തിപ്പിടിച്ച് കോൺഗ്രസ് അംഗങ്ങൾ കേരളത്തിലെ 17 MP-മാർ സത്യപ്രതിജ്ഞ ചെയ്തു. കേരളത്തിൽ നിന്നുള്ള 17 MP-മാർ സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്മോഹൻ ഉണ്ണിത്താൻ, കെ സുധാകരൻ, MK രാഘവൻ, ET മുഹമ്മദ് ബഷീർ, ഷാഫി പറമ്പിൽ, അബ്ദുൾ സമദ് സമദാനി, VK ശ്രീകണ്ഠൻ, K രാധാകൃഷ്ണൻ, ബെന്നി ബെഹനാൻ, ഹൈബി ഈഡൻ, ഡീൻ കുര്യാക്കോസ്, ഫ്രാൻസിസ് ജോർജ്, KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, ആന്റോ ആന്റണി, NK പ്രേമചന്ദ്രൻ എന്നിവരാണ് ഇന്ന് MP-മാരായി സത്യപ്രതിജ്ഞ ചെയ്തത്. മലയാളത്തിലാണ് ഭൂരിഭാഗം MP-മാരും സത്യവാചകം ചൊല്ലിയത്. ഭരണഘടന ഉയർത്തിപ്പിടിച്ചായിരുന്നു കോൺഗ്രസ് MP-മാരുടെ സത്യപ്രതിജ്ഞ. ഓം ബിർള വീണ്ടും സ്പീക്കറാകും. പേര് നിർദ്ദേശിച്ച് BJP. സമവായം തേടി പ്രതിപക്ഷത്തെ കണ്ട് കേന്ദ്രമന്ത്രിമാർ. സ്പീക്കർ സ്ഥാനത്തേക്ക് വീണ്ടും ഓം ബിർള. ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് ഓം ബിർളയുടെ പേര് BJP നിർദ്ദേശിച്ചു. രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നുള്ള MP-യായ ഓം ബിർള 17ാം ലോക്സഭയിലും സ്പീക്കറായിരുന്നു. തുടർച്ചയായി 3ാം തവണയാണ് അദ്ദേഹം ലോക്സഭയിൽ എത്തുന്നത്. ഓം ബിർള സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തുന്നതിൽ കോൺഗ്രസ് യോജിപ്പ് പ്രകടിപ്പിക്കാത്ത സാഹചര്യത്തിൽ മത്സരത്തിന് സാധ്യത നിലനിൽക്കുകയാണ്. ഓം ബിർളയെ പിന്തുണയ്ക്കുന്നതിനുള്ള എതിർപ്പ് കോൺഗ്രസ് ഇന്ത്യ സഖ്യ കക്ഷികളെ അറിയിച്ചു. സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കണമെന്ന നിർദ്ദേശവും കോൺഗ്രസ് സഖ്യകക്ഷികൾക്ക് മുന്നിൽ വെച്ചു. വിമാനത്തിൽ നിന്നും ഭക്ഷണം കഴിച്ച് ഭക്ഷ്യവിഷബാധ, പ്രതികാരം ചെയ്യാൻ ബോംബ് ഭീഷണി. മലപ്പുറം സ്വദേശി പിടിയിൽ. വിമാന കമ്പനിയോട് പ്രതികാരം ചെയ്യാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും ലണ്ടനിലേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിൽ ബോംബ് ഭീഷണി മുഴക്കിയ യുവാവ് പിടിയിൽ. മലപ്പുറം സ്വദേശി സുഹൈബിനെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ സുരക്ഷാ വിഭാഗം പിടികൂടിയത്. ഒരാഴ്ച മുമ്പ് സുഹൈബും ഭാര്യയും കുട്ടിയും ലണ്ടനിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിൽ നാട്ടിലെത്തിയിരുന്നു. യാത്രക്കിടയിൽ വിമാനത്തിൽ നിന്നും ഭക്ഷണം കഴിച്ച് ഭക്ഷ്യവിഷബാധ ഉണ്ടായെന്ന് ഇയാൾ പറയുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി എയർ ഇന്ത്യ അധികൃതരെ ബന്ധപ്പെടുകയും മടക്കയാത്ര ടിക്കറ്റ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിക്കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ഉണ്ടായി. എന്നാൽ ഇതിനെ എയർ ഇന്ത്യ കൂടുതൽ തുക ആവശ്യപ്പെട്ടു. ഇതിൽ പ്രകോപിതനായാണ് സുഹൈബ് ബോംബ് ഭീഷണി ഉയർത്തിയത്. TP കേസ് പ്രതികളെ CPM-ന് പേടി, ചോദ്യങ്ങളെ മുഖ്യമന്ത്രിക്ക് ഭയം. രൂക്ഷ വിമർശനവുമായി KK രമ. TP കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള നീക്കത്തിനെതിരായ അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളിയ സ്പീക്കറുടെ നടപടിക്കെതിരെ KK രമ. രൂക്ഷമായ പ്രതികരണമാണ് KK രമ CPM-നും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ നടത്തിയിട്ടുള്ളത്. പ്രതികളെ വിട്ടയക്കാൻ നീക്കമില്ലെന്ന് സഭയിൽ പറയേണ്ടത് മുഖ്യമന്ത്രിയായിരുന്നു, സ്പീക്കറല്ല. മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ചോദ്യങ്ങളെ മുഖ്യമന്ത്രിക്ക് ഭയമാണെന്നും അവർ പറഞ്ഞു. കളിയിക്കാവിളയിൽ ക്വാറി ഉടമ കാറിനുള്ളിൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ. അന്വേഷണത്തിന് പ്രത്യേക സംഘം. കളിയിക്കാവിള ക്വാറി ഉടമ കാറിനുള്ളിൽ കഴുത്തറുത്ത നിലയിൽ കണ്ടെത്തി. കരമന സ്വദേശിയായ S ദീപുവിനെയാണ് ദേശീയപാതക്കരികിൽ നിർത്തിയിട്ട കാറിനുള്ളിൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കാറിന്റെ മുൻസീറ്റിൽ കഴുത്തറുത്ത നിലയിലാണ് ദീപുവിനെ കണ്ടത്.
സമീപത്തെ CCTV ദൃശ്യങ്ങളിൽ ഒരാൾ കാറിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ദീപുവിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ കാറിലുണ്ടായിരുന്ന 10 ലക്ഷം രൂപ കാണാനില്ല. ദീപുവിന്റെ ഫോണും കാണാതായിട്ടുണ്ട്. JCB വാങ്ങാനായി ദീപു കോയമ്പത്തൂരിലേക്ക് പോകുകയായിരുന്നു. കൊലപാതകം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. കന്യാകുമാരി SP സുന്ദനവദനത്തിന്റെ നേതൃത്വത്തിലുള്ള 7-അംഗ സംഘം കേസ് അന്വേഷിക്കും. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങൾക്ക് CPIM-ൽ നിന്നും സഹായം ലഭിച്ചു. ആരോപണവുമായി പാർട്ടി പുറത്താക്കിയ നേതാവ് മനു തോമസ്. CPIM നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് കണ്ണൂരിൽ പാർട്ടി പുറത്താക്കിയ യുവ നേതാവ് മനു തോമസ്. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങൾക്ക് പാർട്ടിയിൽ നിന്നും സഹായം ലഭിച്ചെന്നാണ് മനു തോമസിന്റെ ആരോപണം. പാർട്ടി പ്രവർത്തനം അവസാനിപ്പിച്ചത് മനസ്സുമടുത്തത് കൊണ്ടാണെന്നും CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന മനു തോമസ് പറഞ്ഞു. കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ പാർട്ടി നിലപാടെടുത്തെങ്കിലും അത് വളരെ വൈകിപ്പോയെന്നും അപ്പോഴേക്കും പാർട്ടിയെ വിഴുങ്ങാൻ മാത്രം അവർ വളർന്നു കഴിഞ്ഞിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്വർണ്ണവിലയിൽ ഇന്ന് മാറ്റമില്ല. ഇന്നത്തെ നിരക്കുകൾ അറിയാം. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇന്ന് മാറ്റമില്ല. 1 ഗ്രാം സ്വർണത്തിന് 6625 രൂപയിലും പവന് 53,000 രൂപയിലുമാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത്. കഴിഞ്ഞ 4 ദിവസമായി സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു വരികയായിരുന്നു. ജൂൺ 20-ന് 53,120 രൂപയായിരുന്നു 1 പവൻ സ്വർണത്തിന്റെ വില. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.